അപ്പോൾ എങ്ങനെയാണ് തുടങ്ങുമല്ലേ? നമുക്കിന്ന് ബീച്ച് ട്രിപ്പിനെ കുറിച്ചായാലോ സംസാരം. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ജനറൽ ക്രിട്ടിക്കൽ കെയർ എന്ന യൂണിറ്റിലെ അംഗങ്ങളാണ് കേട്ടോ ഇതെല്ലാം. 50 പേരുണ്ടെങ്കിലും ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ബീച്ചിൽ പോയാൽ മതി എന്നുള്ള അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. പിന്നെ ഒട്ടും സംശയിച്ചില്ല, ബസ് ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വെയ്മൗത്ത് ബീച്ചിലോട്ട് പുറപ്പെട്ടു. രാവിലെ 7 മണിക്ക് തന്നെ ഞങ്ങൾ ടെസ്കോയിൻ്റെ പാർക്കിങ്ങിലെത്തി അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ 2 സുന്ദരന്മാരായിരുന്ന ഡ്രൈവർമാർ ജോൺസൺസ് ബസ് ഓടിച്ച് അങ്ങോട്ടെത്തി. അപ്പോൾ തന്നെ ഞങ്ങൾ 35 പേരും അതിനകത്ത് കയറി ഓരോരോ സീറ്റ് കരസ്ഥമാക്കി. പിന്നീട് ആട്ടവും പാട്ടും ഒക്കെ ആയി 3 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. പക്ഷേ ബസ് യാത്രയിൽ സീറ്റ് ബെൽറ്റ് ഇടേണ്ടത് വളരെ നിർബന്ധമായിരുന്നു. വെയ്മൗത്ത് ബീച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാട്ടോ മനസ്സിലായി ഇത്ര അതിമനോഹരമായൊരു ബീച്ചാണെന്ന്. അഴുക്ക് ചെളിയും കല്ലുകളും ഒന്നുമില്ല. കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ബീച്ചാണ് വെയ്മൗത്ത് ബീച്ച്. ലൈഫ് ഗാർഡ്സ് ഒക്കെയുള്ള വളരെ സുരക്ഷിതമായൊരു ബീച്ചാണ് ഇത്. ബീച്ച് ടവലും ബോളും എല്ലാം നിങ്ങൾ എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എൻ്റർടൈൻമെൻറ്റ്സും ഇവിടെയുണ്ട്. ബീച്ചിനോട് തൊട്ടടുത്തും ഇച്ചിരി മാറിയെല്ലാമായിട്ട് പാർക്കിംഗ് ഏരിയാസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഇതുപോലത്തെ ഇഷ്ടം പോലത്തെ കഫറ്റേരിയകളും ഫിഷ് ആൻഡ് ചിപ്സും എല്ലാം ബീച്ചിനോട് ചേർന്ന് തന്നെയുള്ള റോഡിലുള്ളതുകൊണ്ട് പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റും അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അടിപൊളി ഫോട്ടോസും കുറച്ച് റീൽസും ഒക്കെ എടുത്ത് വൈകിട്ട് 6 മണിയായപ്പോൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മൊത്തം ടീം. അപ്പോൾ എങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലേ?